65 കിലോ മാവിന്റെ പൊറോട്ട അടിച്ചു കഴിച്ചു. എന്റെ പൊന്നോ, എപ്പ തുടങ്ങിയ പണിയാന്നറിയാമോ? അതിർത്തിയിൽ വെടിവെച്ച മാതിരിയായി പോലുള്ളവേ. എന്തായാലും 10 മിനിറ്റ് ഒന്ന് കിടന്നേക്കാം. അമ്മ ദൈവമേ, എന്നച്ച് കട തുടങ്ങിക്കഴിഞ്ഞൊന്ന് തകർക്കും. അയ്യോ ദൈവമേ, ഇന്ന് എന്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടാവണേ. എൻഎച്ചിന്റെ ഒക്കെ പണി നടക്കണേ. ആ പണിയുടെ ആൾക്കാർ മൊത്തം ഇവിടെയാണ് ഭക്ഷണം പറഞ്ഞിരിക്കണേ. ഈ പണി ഒരു 10 ദിവസം അങ്ങനെ നീണ്ടുപോയാൽ ഞാനും എന്റെ കടയൊന്ന് മെച്ചം പിടിക്കും. രാവിലെ തന്നെ കടയും തുറന്നിട്ട് വേറെ എവിടെ പോയി കിടക്കുക? ആഹാ, പൊറോട്ട മാവും കുഴച്ചിട്ട് അവൻ പോയി. ഇനി ഇത് മൊത്തം ഞാൻ തന്നെ അടിച്ചുണ്ടാക്കേണ്ടി വരും. ആഹാ, നീയപ്പ വന്നു? നെയ്യപ്പത്തിന്റെ വണ്ടി രാവിലെ 9 മണിക്കല്ലേ വരുള്ളൂ. അതല്ല, നീയപ്പ വന്നൂന്ന്. ഞാൻ പുലർച്ചെ വന്ന. നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു. എടാ, എന്റെ ഭാര്യയ്ക്ക് നട്ടലിന് അസുഖമായിട്ട് അവിടെ വെയിറ്റ് ഇട്ട് കിടക്കുക. എനിക്കുണ്ടല്ലോ നട്ടല് വേദന. ഞാൻ ഒരു വെയിറ്റ് ഇടുന്നില്ലോ. ഇനി ഇതുപോലുള്ള വർത്താനം നീ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എന്റെ വായിലിരിക്കണ കേൾക്കും രാവിലെ തന്നെ ഇട്ടാ. മുതലാളി, എങ്ങോട്ടാണ് നമ്മുടെ കടയുടെ പോക്ക്? ഈ സ്ഥിതി തുടർന്ന് പോയാൽ നമ്മുടെ ഗതി എന്താകും? ഗോപാല, വായി അടയ്ക്കൂ, പണിയെടുക്കൂ, പോയി പണിയെടുക്ക. ഈ മുതലാളിക്ക് ഇതെന്ത് സംഭവിച്ചു? ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് പച്ചത്തെറി. ഞാൻ എന്താണൊന്നും പ്രതികരിക്കാത്തതെന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് ചാവും. ഞാനൊരു പ്രതികരണമായിട്ട് തന്നാണ്ടല്ലോ. മുതലാളി, എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? എടാവേ, എന്റെ ബോളിൽ നിന്ന് ചാടി കയ്യും കാലും ഒടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചികിത്സിക്കേണ്ടി വരും. പിന്നെ മുതലാളി, ചന്തയ്ക്കുള്ളേ ഉച്ചക്ക് പോണം. ഒരു പുതിയ ചൂലും കൂടെ മേടിച്ചേക്കണേ. 2 ദിവസം മുന്നേ ചൂല് മേടിച്ച്. അതെന്ത് ഇത്? എന്നാന്നറിയാമല്ല, പൊറോട്ട ഇറച്ചി നിന്നാണ് ഈ ഇറച്ചി പല്ലിയുടെ കയറും. ഞാൻ ഈ ചൂല് ഒടിച്ച് കുത്തി 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 അത് തീരാറായി. ഈ കടയിൽ കൊണ്ടുവരുന്ന ഇറച്ചി മൊത്തം നീ ഇരുന്ന് കഴിക്കും. ഇത്ര മാത്രം ഇറച്ചി കഴിക്കാൻ നീ എന്താ കൂട്ടിക്കിടക്കണ സിംഹം? ഇവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സിംഹമാണെങ്കിലേ പണിയുടെ കാര്യത്തിൽ ഇവൻ പുലിയ. ഇവൻ ഞാൻ അറിയാണ്ട കൊച്ചു കള്ള കുറെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അല്ലടാ. ഇന്നലെ നീ നൂൽ പൊറോട്ട ഉണ്ടാക്കി എല്ലാരും കഴിച്ചു ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്റെ മുതലാളി, എനിക്കതൊരു അബദ്ധം പറ്റിയതാ. ഞാനിങ്ങനെ ആവേശത്തോടെ പൊറോട്ട അടിച്ചോണ്ടിരുന്നപ്പോണ്ടല്ലോ, മാവ് മാറിപ്പോയിട്ട് ഇത് മൂടിയിട്ടാർന്ന് തോർത്തില്ലേ, അത് കണ്ടിച്ച് ചുരുട്ടി കൂട്ടിട്ട് പൊറോട്ട അടിച്ച് ഇട്ട് കൊടുത്തത്. ഇന്നലെ ആ പൊറോട്ട തിന്നു പോയ ഇന്ന് രാവിലെ അവന്റെ ആവേശം എന്തായി ആണാവോ. പക്ഷെ എന്തായാലും എന്റെ പൊറോട്ട അത് അടിപൊളിയായിട്ടോ. സംഗതി ക്ലിക്കല്ലേ? നമ്മൾ ക്ലിക്കാ. നമുക്കൊരു കാര്യം ചെയ്യാലോ, പുറത്തൊരു പുതിയ ബോർഡ് അങ്ങോട്ട് വെച്ചാലോ? എന്ത് ബോർഡ്? തോർത്തും ബീഫും. അടിപൊളി. കാലക്കും നമ്മുടെ കടയിൽ ഭയങ്കര തിരക്ക്. ഇതെന്താ നീ ഷർട്ടിന്റെ മുകളിൽ കൂടെ എന്താ പൂണോലോ? വെച്ചെടുക്കാറുന്നോ? ഇതെന്നാ സംഭവം അറിയാമോ? എന്താ? ഞാൻ പൊറോട്ടയ്ക്ക് മാവ് ഇങ്ങനെ ചുരുട്ടിയില്ലേ, ഈ ആവേശത്തിൽ ഒരു ഒറ്റ വീശ അങ്ങോട്ട് വീശിയതാ. കയ്യുമ്മ എണ്ണല്ലായിരുന്നോ? അതെ. ഈ മാവ് പറന്നു പോയിട്ട് ഇത് എവിടെ പോയിന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇത്രയുള്ളൂ. കേട്ടാ കേട്ടാ കേട്ടാ. എന്തൊക്കെയാണ് നീ കാണിക്കണ്? എന്റെ മുതലാളി ഉണ്ടാക്കിയ ആള് അനുഗ്രഹിച്ച് വിടുന്ന ഏക പലഹാരം പൊറോട്ടയാ. എനിക്ക് മനസ്സിലായില്ല. ഈ പൊറോട്ട ഇങ്ങനെ വച്ചാ കേട്ടാ കേട്ടാ, നന്നായി വാ നന്നായി വാ നന്നായി വാ ഇട്ട് കൊടുക്കണത്. പിന്നെ എന്തെങ്കിലും ഒരു ഉഷാറ് കുറവുണ്ടെങ്കിണ്ടല്ലോ അടിച്ച് 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 കേറി അടിപൊളി. ഇതൊക്കെയാണെങ്കിലേ ഈ നിലത്ത് വീണ പൊറോട്ട ഒന്നും നീ കളയണ്ടട്ടാ. കളയണ പൊറോട്ടയാണ് ഈ നിലത്ത് വീണത്. ആൾക്കാര് കേൾക്കും. എന്തോ ഒരു അപകടം നടന്നുണ്ട്. എടാ, ഒരു അപകടം ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലോ. എടാ, ഇയാളെ ഞാൻ എവിടെയോ കണ്ട്. അമ്മേ, എന്റെ അമ്മാവൻ. അതിലൊരു പേടിക്കണതിനാ. എടാ, എന്റെ അമ്മാവൻ വരുമ്പോ എനിക്ക് പേടിയാ. എടാ, അയാളെ പേടിച്ചിട്ടാണ് ഞാൻ എന്റെ നാടും വീടും വിട്ട് ഇവിടെ വന്നിട്ട് ഈ കട തുടങ്ങിയത്. ഞാൻ നാട്ടിലൊരു സർവത്ത് കട തുടങ്ങി അന്ന് ആദ്യത്തെ ദിവസം വന്നൊരു കച്ചവടം. നിന്റെ കുലുക്കി സർവത്ത് കലക്കിന്ന് അത് പറഞ്ഞ് നാവിടത്തില്ല. അപ്പൊ തന്നെ ഒരു പാണ്ടിലോറി കയറിട്ട് എന്റെ സർവത്ത് കട സർവത്തും പോയി. ഇയാളെ എവിടെ വന്നോ അവിടെ നശിക്കും. ഇയാളുടെ കൈ കൊണ്ട് എങ്ങാനും ഒരു കൈനീട്ടം വാങ്ങി കച്ചവടം തുടങ്ങിയാണ്ടല്ലോ, ആ കച്ചവടം എപ്പൊ പൂട്ടിന്ന് ചോദിച്ചാൽ മതി. നമ്മളാച്ചൊന്നും ആ കൈനീട്ടം വിറ്റിട്ടില്ല. അയാൾ വന്നിട്ട് പലതും ചോദിക്കും, ഒന്നും കൊടുക്കരുത്, കൈനീട്ടം വാങ്ങരുത്. അതുകൊണ്ടേ പലകാരങ്ങളെ കൊടുത്ത് മാറ്റിക്കോ. ബാഗ് എടുത്ത് മാറ്റി ആ പലകാരം എടുത്ത് മാറ്റിക്കോ. പത്രം എടുത്ത് മാറ്റടാ. പത്രം തിന്നല്ല, ഈ പത്രം വായിച്ചാൽ അവിടെ കേട്ടോ അവിടെ കേട്ടോ. എടാ, എന്തൊക്കെ പറഞ്ഞാലേ എന്നെ എടുത്ത് വളർത്തി എന്റെ മാമനട്ടോ. ഈ അമ്മാവനൊക്കെ എന്നെ എടുത്ത് വളർത്തണായിരുന്നു. പുള്ളി ചമ്മി പോയാലേ. എന്റെ
ഇടുക്കല് മാത്രമേ നടക്കുള്ളൂ, വളക്കല് നടക്കില്ലോ. ആ സെൽഫ് ട്രോൾ ആയത് നന്നായി. ഇത് ഞാനെങ്ങാനും കയറി അടിച്ചിരുന്നെങ്കിലേ ഞാൻ എപ്പ ഏറെ കയറിയത് ചോദിച്ചാ മതി. പിന്നെ എന്റെ അമ്മാമനാണ് വരുന്നത്, ഞാൻ ചെറുതായിട്ടൊന്ന് അഭിനയിക്കും. സ്നേഹം, അപ്പൊ നീ എന്റെ ഒപ്പം ഒന്ന് കട്ടക്ക് നിക്കണം. ഓക്കെ അമ്മാവാ. പിന്നെ കാണാം പരലോകം കാണാൻ ഞങ്ങളില്ലേ, ഈ ലോകം ചോറാണം ബമ്പമ്പോ, ആ ലോകം കോറാ ഞങ്ങൾ. എന്നാ പറ്റിയ അമ്മാവാ? ഓ കാലിലപ്പടി ആണിയാടാ. ഇത് രണ്ടും കൂടെ ബുദ്ധിമുട്ടല്ലേ, ഈ ഒച്ച ഉണ്ടാക്കലും നടക്കലും. അമ്മാവ് നടക്കും, ഞാൻ ഡബ് ചെയ്യാം. ആ ആ, ആ, ആ. ആ എന്താ വേണ്ട, അതെന്നാ? ലിപ്പ് പിടിക്കാൻ പറ്റണില്ല. അതെ, ആടി പോവാൻ നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞേ. കാലിന്റെ അടിയിൽ ഒരു കോട്ട് പെയിന്റ് മേടിച്ചടിക്കാനല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ കാലിൽ ആണുള്ളവർ കുഴിഞ്ഞു വെച്ച ഒരു വളിച്ച കോമഡിയാ. എടാ ഒരു ചായക്കട തുടങ്ങിട്ടേ നീ പേപ്പറൊന്നും വരുത്തുന്നില്ലടാ. ഞാൻ പറഞ്ഞില്ലേ പേപ്പറില്ല, പേപ്പറില്ല, പേപ്പറില്ല. പേപ്പർ വരുത്തുന്നില്ല? എനിക്കറിയാം, നീ പഴയ പാലം തൊട്ടേ പിശുക്കന. ആ എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. ഇതെന്നാ പ്രസ്സോ? പ്രസല്ല, ഇതൊക്കെ ഇന്നത്തെ പേപ്പറാന്ന്. എവിടുന്ന കിട്ടി? ഞാൻ വരുമ്പോ കടകളൊക്കെ അടഞ്ഞെടുക്കല്ലേ, ആ കടകളുടെ മുന്നിൽ കിടക്കുന്ന പേപ്പറൊക്കെ ഞാൻ എടുത്തോണു. ഉപകാരമായിക്കോട്ടെ എന്ന്. കടക്കാരുടെ മൊത്തം തെറി ഞാൻ കേൾക്കേണ്ടി വരും. മുതലാളി, ഇതാ ഇംഗ്ലീഷ് പേപ്പറുണ്ട്. ദൈവമേ, ഇനി ഇംഗ്ലീഷിലും ഞാൻ തെറി കേൾക്കേണ്ടി വരുമോ? അല്ലടാ, നീ ഒരു കട തുടങ്ങിയ കാര്യേ നാട്ടുകാര് പറഞ്ഞിട്ട് വേണോ ഈ അമ്മാവൻ അറിയാനായിട്ട്? നാട്ടുകാരാ ഈ പണഞ്ഞത്. നിന്റെ കൂട്ടുകാരൻ ദിവാകരല്ലേ? ഏതാണ് ഈ ദിവാകരൻ? പറ്റുകാശ് 150 രൂപ തരാനായിട്ട് കുത്തിരി പിടിച്ച് മേടിച്ചാ മറ്റേ മീൻകാരൻ ദിവാറിന്റെ അടുത്ത്. അവൻ തന്ന പണിയാത്. നല്ല തങ്കപ്പെട്ട സ്വഭാവം കേട്ടോ. അവൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബസ് കാശും തന്ന് ബസ്സിൽ കയറ്റി ഇങ്ങോട്ട് വിട്ടിട്ട് അവൻ പോയത്. 150 റുപ്യക്ക് ദിവാകര വല്ലാത്ത ചൈത്തായി പോയി. എന്നാലും അവൻ പറഞ്ഞപ്പോഴുണ്ടല്ലോ, എണ്ണത്തിന്റെ സൈഡിലെ കട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല. നല്ല അടിപൊളി കടയാട്ടാ. തീർന്നു. അല്ലടാ, മൂത്രമൊക്കെയുള്ള സംവിധാനം ഇല്ലേ? എനിക്കുണ്ടല്ലോ, മാമനില്ലേ? എടാ മെനകെട്ടോനെ, എനിക്ക് മൂത്രത്തിൽ അസുഖം ഉണ്ടെന്ന്. മൂത്രത്തിലൊക്കെ എന്നെ അസുഖം പിടിക്കാനാ? പനിയും ചുമയും. ചുമ? ആ, ചുമക്കുമ്പോ മൂത്രം പോകുന്നു. എന്നാ പിന്നെ ചുമക്കാണ്ടിരുന്നാ പോരെ. ഏതാടാ ഈ പാത്തിക്കിരി? ഇവന് മനസ്സിലായില്ലേ? ഇല്ല. ഇവനാ പൊറാട്ട മാഷ്. നീ എന്താ പൊറോട്ടയ്ക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടോ? അതല്ലാന്ന്, ഞാനായിട്ട് പൊറോട്ട ഉണ്ടാക്കണ ആള്. ആ പൊറോട്ടയുടെ പിതാവ്. എന്റെ മാതാവേ, ഇത് ഒരു നടക്കി പോണ കേട്ടല്ലേട്ടാ. മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇവിടുന്ന് പുറത്താക്കും. അമ്മാമ വന്ന് കേറുമ്പിക്ക് അവനെ പറഞ്ഞു വിടരുത് പ്ലീസ്. നീ അത് അവനോട് പറഞ്ഞു മനസ്സിലാക്കും. എടാ അതെ, ഈ പുള്ളിയല്ലോ ഞാൻ വന്ന നേരത്തേക്ക് എന്നെ കയറി ചുടാൻ നിൽക്കണം. 4 ആയിട്ട് വലിച്ചു കയറി അടുപ്പിലോട്ട് കത്തിക്കും ഞാൻ. അതെ എടാ, എനിക്ക് ഒരേ ഒരു മാമനുള്ളൂ. എന്തിനാ അധികം ഇത് പോരെ? മാമ ഓരോ ദിവസമായി കാണാറൊന്നുമില്ല, എന്തങ്ങോട്ട് ഇറങ്ങാറൊന്നുമില്ലേ? ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ലടാ. കാലും ആണെങ്കിൽ നിറച്ച ആനയും, കയ്യിലാണെങ്കിൽ 10 പൈസയും ഇല്ല. ആ കാലിലെ ആനയൊക്കെ പറിച്ച് 10 കോഴിക്കൂട് അടിച്ചിട്ടുണ്ടാക്ക്, അപ്പൊ കിട്ടും കാശ്. ആനയുള്ള കാലം നോക്കില്ല, മോത്ത് ചവിട്ടും ഞാൻ. ആണിയുള്ള കാലോണ്ട് ചവിട്ട് കിട്ടിയാട്ടല്ലോ ചിക്കൻ ബോക്സ് പിടിച്ച മോന്ത പോലെ വേണോ? വേണ്ട, മിണ്ടാണ്ടിരിക്കും. മാമോ വയസ്സാം കാലത്ത് ആള് മോഡലാലോ. എന്തേ ഈ മീശൊക്കെ കറുപ്പും തലക്കെ നിറച്ച്. അതൊന്നും പറയണ്ട, നല്ലൊരു അബദ്ധം പറ്റിയതാണ്. അവത്താണല്ലോ പറ്റാറുള്ളൂ. അവനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോട്ടാ. ഞാൻ ഇന്നലെ ഉണ്ടല്ലോടാ ഡൈ ചെയ്യാൻ വേണ്ടി ടെറസിന്റെ മുകളിൽ കയറി. മീശ ഡൈ ചെയ്ത് കഴിയുമ്പോഴേക്കുണ്ടല്ലോ, തലമുടി ഡൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഒരു കാക്ക വന്നിട്ട് ആ ഡൈയുടെ കിറ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് പോയി. ചേടാ, ഈ കറുത്ത കാക്കയ്ക്ക് എന്തിനാണ് ഈ ഡൈ? വല്ല വെളുത്ത കൊക്കിനും കൊടുക്കാൻ കൊണ്ടുവന്നായിരിക്കും. എന്റെ ദൈവം, ഈ മെനകെട്ട കാർന്നൂര് കാരണം ഇനി പാടത്തിരിക്കണ കറുത്ത കൊക്കിനെ കണ്ടു വരും. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോട്ടാ അവനോട്, എനിക്ക് അവനെ പിടിക്കുന്നില്ല. ഈ കട്ടപ്പനയിലുള്ള മോന്റെ വീട്ടിൽ പോയിട്ട് എന്തായിരുന്നു? കട്ടപ്പനയിലെ കുട്ടികൾക്ക് വെച്ച റിസ്ക് എടുത്തിട്ട്. അല്ല, കട്ടപ്പനയിലേക്കുള്ള യാത്ര റിസ്ക് ആണല്ലോ, ഓഫ് റോഡ് വഴി യാത്ര ചെയ്യണ്ടേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ തണവ്, കാല് കോച്ചു. പിള്ളേർക്ക് വെച്ചാൽ റെസ്റ്റും പാലും എടുത്ത് കൂച്ചു, എന്നിട്ട് പറയാ കോച്ചു എന്നാ കാച്ചാടാവേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കുറെ നാളായാലോ നീ അമ്മാവനെ കണ്ടിട്ട്. അമ്മാവൻ ചത്തോ ജീവിച്ചിരിക്കണോന്ന് അറിയാനായിട്ട് ഒന്നും അന്വേഷിക്കാറുന്നില്ലേ നിനക്ക്? ചത്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു. അല്ല, അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പൊ അമ്മായ പറഞ്ഞ് മാമനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വിളിക്കണ്ട, വല്ല പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിക്കാൻ. അവളത് പറഞ്ഞ
അതൊരു അബദ്ധം പറ്റിയതാടാ, ഒരു തെറ്റിദ്ധാരണ. എന്താ മനസ്സിലായി? നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുമതിയില്ലേ, സുമതി എന്ന് പറഞ്ഞ ആ വെളുത്ത് സുന്ദരിയായിട്ടത്, അത്രയ്ക്ക് വേണ്ട. ആ സുമതിയുടെ മൂക്കുത്തിയും എന്റെ കടുക്കനും തമ്മിലും നോടക്കി. അമ്പടം മിടുക്ക. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് SI ആ കുടുക്ക് തീർത്തത്. അതൊക്കെ അവസാനിച്ച വിഷയാന്ന്. ഇപ്പുണ്ടോ ആ സുമതിയുടെ ഭർത്താവിന് എന്നെ കാണുമ്പോ ഒരു ചൊരുക്ക്. അമ്മാവന്റെ വീടിന്റെ അടുത്തേ ഈ ബലിയിടുന്ന കടവ് വല്ലതും ഉണ്ടോ? ആ, ഒരു കടവുണ്ട്. നന്നായി, പിള്ളേർക്ക് ഇനി ബലിയിടുന്ന കടവല്ല, പക്ഷെ അങ്ങനെ നടക്കണം. വൃത്തിയായിട്ടാണ് അവനെ മര്യാദക്ക് കാണുന്ന പോലല്ല, കരാട്ട മാഷ. ആ, വന്നപ്പോ പറഞ്ഞു പൊറോട്ട മാഷാന്ന്, ഇപ്പൊ പറഞ്ഞു കരാട്ട മാഷ. അതല്ല, അവൻ പൊറോട്ട പോലെ അടിച്ച് നേരത്തെ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യട്ടോ. എന്നെ പറ്റി അവനോട് നാട്ടിൽ നിന്ന് പോയി അന്വേഷിക്കാൻ പറയും. നാട്ടുകാരെന്നെ അയൺമാനെ വിളിക്കണത്. അങ്ങനെ വിളിക്കാണ്ടിരിക്കണ, 2 കിലോ ആണയല്ലേ കാലുമാടി ചേട്ടിയാണ് വിളിക്കും. മിണ്ടാണ്ടിക്ക്, ആള് കാണുന്ന പോലെയല്ല. ആളെ ചെറുപ്പത്തിലൊക്കെ പൂരപ്പറമ്പിൽ അടിണ്ടാക്കിയ മുതലത്. അമ്മാവാ, ആൾക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഈ പൂരപ്പറമ്പിൽ നമ്മുടെ നാട്ടിൽ അടിണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? അതൊക്കെ ഇപ്പൊ എന്തിനാണ് ഇവിടെ പറയണേ? എന്നാ പറയണ്ട, ഒന്ന് ബൂസ്റ്റ് ചെയ്യടാ, അവൻ കേട്ട് പേടിക്കട്ടെ. എന്നാ പേടിച്ചോട്ടോ. പറഞ്ഞോ. ഞാൻ അന്നീ കാണുന്ന ഞാനല്ല, ഡബിളാ. അപ്പൊ മറ്റാളെന്തേ? ആര്? എവിടാന്ന് പറഞ്ഞ? ഞാൻ പോവാ. എടാ, എന്തേലും പറഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ നീ പറയാനായിട്ട് വരും. അമ്മാവൻ പറഞ്ഞോ. അപ്പൊ ഞാൻ അങ്ങനെ പൂരപ്പറമ്പിൽ വിരിഞ്ഞങ്ങനെ നിക്കുക. വിരിഞ്ഞു നിൽക്കുക തന്നെ ചേരയുടെ പൂവോ? എടാ, മിണ്ടാണ്ടിക്ക്. അമ്മ പറഞ്ഞോ. അങ്ങനെ നിക്കുമ്പോഴാണ് ഞാൻ ആദ്യം തല്ലിവിട്ട ആൾക്കാരെന്നുണ്ട് ഒരു 10 പേരുണ്ടോ എന്നെ വന്ന് അങ്ങോട്ട് വളഞ്ഞു. പിന്നെന്താ ചെയ്യാൻ പറ്റുക? ഒന്നും നോക്കിയില്ല, കാല് മടക്കി അങ്ങോട്ട് അടിയാ തുടങ്ങി. ഓ, ഈ 10 പേരെ മാമ ഒറ്റയ്ക്ക് അടിച്ചോ? അല്ലാന്ന്, ആ 10 പേരും ഇങ്ങോട്ട് വന്ന് എന്റെ കാല് മടക്കി പിടിച്ച് പടേന്നടി. എന്നിട്ട് മാമ തിരിച്ചൊന്നും കാണിച്ചില്ലേ? പിന്നെ കമ്പിക്കടിക്കുമ്പോ എന്ത് ചിരിച്ചു കാണിക്കാനാ? അതല്ലാതെ ഒന്നും കാണിച്ചില്ലേ? ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പൊ തന്നെ 2 കാലിലും കമ്പി ഇട്ടു. 2 കാലുമേ കമ്പി, കാലുമേ നിറച്ച ആണി. ഒരു വയറേറ്റിട്ട് വെള്ളത്തിലിട്ട് വെള്ളം ചൂടാക്കാലോ. Kannan Devi Group presents West on Flowers Aka Ponunakacha 2025.